നെല്ലിക്കുഴി പഞ്ചായത്തിലെ കമ്പനിപ്പടി സ്റ്റേഡിയത്തിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചു. ആന്റണി ജോൺ MLA ജിം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെല്ലിക്കുഴി പഞ്ചായത്തിലെ കമ്പനിപ്പടി സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ MLA ആന്റണി ജോൺ ജിം ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുഴി പഞ്ചായത്ത് ഒരുപാട് കായിക മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഫുട്ബോളിനെ അടക്കം വലിയ തോതിൽ സ്നേഹിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ കമ്പനിപ്പടി ഫുട്ബോൾ ക്ലബ്ബിലെ ഒട്ടേറെ വർഷങ്ങളായി ഇവിടെ വളരെ നല്ല നിലയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ ക്ലബിൻ്റെ പ്രവർത്തകരടക്കം ഏറെ കാലമായി ഉന്നയിക്കുന്ന ഒരാവശ്യമാണ് ഒരു മെച്ചപ്പെട്ട സ്റ്റേഡിയം. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ഇതിൻ്റെ നവീകരണത്തിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ അന്നും എനിക്ക് തന്നെയാണ് ഒരു ഭാഗ്യം ലഭിച്ചത്. ബഹുമാനപ്പെട്ട നമ്മുടെ റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിലാണ്. റഷീദയുടെ കൂടി ഡിവിഷൻ തന്നെയായിരുന്ന ഇവിടെ ഒട്ടനവധി ഈ നമ്മുടെ ഗ്യാലറിയും മറ്റ് ഈ അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ആ വേളയിൽ ഒരുക്കിയതായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങളാണ്. ഈ കമ്പനിപ്പടി സ്റ്റേഡിയത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും പിന്നോട്ടല്ല എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ കാണേണ്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി മുളയ്ക്കക്കുടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ, ബ്ലോക്ക് അംഗങ്ങളായ അനു വിജയനാഥ്, MA മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ NV ജമാൽ, മൃദുല ജനാർദ്ദനൻ, വാർഡ് മെമ്പർ നൂർജമോൾ ഷാജി, CFC പ്രസിഡന്റ് സബീർ TM, CFC സെക്രട്ടറി അൽഫിൻ ആഷിഖ്, CFC ട്രഷറർ അജ്മൽ MA, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PM ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 54 സ്ഥലങ്ങളിലാണ് ഇതുപോലുള്ള ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കുന്നത്. നമ്മൾ അതിനു മുൻപ് 2023-24 നമ്മൾ 28 സ്ഥലങ്ങളിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചിരുന്നു. നമ്മുടെ ഒരു ആഗ്രഹം 82 പഞ്ചായത്തിലും ഇതുപോലെ ഓപ്പൺ ജിം വേണമെന്നുള്ളതുകൊണ്ടാണ് നേരത്തെ 28, ഈ തവണ 54, അങ്ങനെ 82 പഞ്ചായത്തുകൾ. അതിൽ ചില മെമ്പർമാർ ചില കുസൃതി കാണിച്ചിട്ട് അവർ സ്വന്തം പഞ്ചായത്തിൽ രണ്ടെണ്ണമൊക്കെ വെച്ച് അങ്ങനെ വരുമ്പോൾ എല്ലാ പഞ്ചായത്തും കവർ ചെയ്യും. പക്ഷെ നമ്മൾ എല്ലാ പഞ്ചായത്തും കവർ ചെയ്യുന്ന നിലയിൽ എല്ലാ പഞ്ചായത്തിലും ഒരു ഓപ്പൺ ജിമ്മെങ്കിലും എന്ന നിലയിൽ നമ്മൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ ജിമ്മാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഞാൻ ഈ റൂഫിൻ്റെ അടിയിലായതുകൊണ്ട് ആണ് ഏറ്റവും മനോഹരമായെന്ന് പറയാം. കാരണം നമ്മൾ ഓപ്പൺ ജിം എന്നുള്ള സങ്കല്പം ഓപ്പണായ ഒരു സ്ഥലത്തും തന്നെയാണ്. പക്ഷേ റൂഫില്ലെങ്കിൽ ഒരു പ്രശ്നം, ഈ മഴ പെയ്യുമ്പോൾ വെയിൽ വരുമ്പോൾ ഇതിന് കളർന്ന് ഫെയ്ഡാകും. പിന്നെ മഴ പെയ്ത് അതിൻ്റെ നെട്ടും ബോൾട്ടൊന്ന് മുറുകും, അതിൻ്റെ ഒരു പ്രശ്നം വരും. തുരുമ്പിൻ്റെ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ വെച്ച ജനപദത്തിലൂടെ തന്നെ ആളുകൾ ചീത്ത വിളിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് റൂഫുള്ള സ്ഥലത്തായപ്പോൾ വളരെ ഭംഗിയായി നമുക്ക് കാലാകാലം നിൽക്കുന്ന നിലയിൽ ഏറ്റവും സൗകര്യമുള്ള ഈ സ്റ്റേഡിയത്തോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് വളരെ സൗകര്യപ്രദമായ നിലയിൽ ഇവിടെ കളിക്കാൻ വരുന്നവർക്ക്, ഇവിടെ നടക്കാൻ വരുന്നവർക്ക് ഇവിടെ ഓപ്പൺ ജിം കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മീഡിയ 60 കോതമംഗലം.